എന്താണ് പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യയുടെ പ്രോജക്റ്റ് 77 അഥവാ 77? ചൈനയും പാകിസ്ഥാനും പ്രോജക്റ്റ് 77 എന്ന് കേൾക്കുമ്പോൾ ആശങ്കാകുലരാകുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രതിരോധ നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ പ്രോജക്റ്റ് 77 ആണ്. ഇൻഡോ പസഫിക് മേഖലയായിരിക്കും ഇന്ത്യയുടെ പ്രോജക്റ്റ് 77ൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള വിളനിലം എന്ന് നമുക്കറിയാനായി സാധിക്കുന്നു. നമുക്കറിയാം, സമീപകാല യുദ്ധങ്ങൾക്കും അന്താരാഷ്ട്ര തർക്കങ്ങൾക്കും ശേഷം ഇന്ത്യ ആധുനിക യുദ്ധരംഗത്ത് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ പുരോഗതി നാവിക വ്യോമ ശേഷികളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന ഭീഷണികളെയും തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ അതിവേഗം സൈനിക പ്രൊഫൈൽ തന്നെ മാറ്റിപ്പണിയുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോജക്റ്റ് 77 പ്രകാരമുള്ള ആണവ ആക്രമണ അന്തർവാഹിനി ഇതിന് ഒരു ഉദാഹരണമാണ്. എന്താണ് ആണവ ആക്രമണ അന്തർവാഹിനി? അന്തർവാഹിനികളിൽ നിന്ന് ആണവായുധം തൊടുത്തുവിടാനുള്ള ഇന്ത്യയുടെ അടുത്ത മൂവാണ് പ്രോജക്റ്റ് 77 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആക്രമണ അന്തർവാഹിനികൾ SSNകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അഭിലാഷ പദ്ധതിയാണ് പ്രോജക്റ്റ് 77. അടുത്തിടെ പ്രോജക്റ്റ് 77 ഗണ്യമായ ശ്രദ്ധ നേടി. 2 അന്തർവാഹിനികളുടെ വികസനത്തിന് അടുത്തിടെ അംഗീകാരം ലഭിച്ചു. പ്രോജക്റ്റ് 77 പ്രകാരം ഇന്ത്യ ഈ അന്തർവാഹിനികളിൽ 6 എണ്ണമാണ് രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദീർഘകാലത്തേക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതും പരമ്പരാഗത അന്തർവാഹിനികളെ അപേക്ഷിച്ച് വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യപ്പെടും. ഇത് സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ നാവികസേനയുടെ കഴിവ് നാടകീയമായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശ പദ്ധതി വികസനത്തിനും അവ കൊണ്ടുവരുന്ന വിഭവങ്ങളുടെ വ്യാപ്തിക്കും വേണ്ടി ലാർസൻ ആൻഡ് ട്രൂഡോ പ്രതിരോധ ഗവേഷണ സംഘടനയായിട്ടുള്ള DRDO, വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങിയ പ്രധാന സംഭാവകരെയാണ് ഈ പദ്ധതി വളരെയധികം ആശ്രയിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബ്രഹ്മോസ് മിസൈലിൻ്റെ മെച്ചപ്പെടുത്തിയ പതിപ്പ് വഹിക്കാൻ അന്തർവാഹിനികൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഭാവിയിലെ ഹൈബർസോണിക് സംവിധാനങ്ങൾ ഇപ്പോഴും DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാവികശേഷിയുടെ കാര്യത്തിൽ ഈ അന്തർവാഹിനികളെ ഇന്ത്യക്ക് വളരെയധികം വിലപ്പെട്ടതാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രോജക്റ്റ് 77 ഇന്ത്യക്കും പാകിസ്ഥാനും വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയുടെ മാരിടൈം കപ്പാസിറ്റി ഉയരുന്നതിനനുസരിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ ശക്തി കൂടി വരികയാണ്. കടൽ ഭരിക്കുന്നത് ആരാണോ അവൻ കര ഭരിക്കും എന്നാണ് പ്രതിരോധത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. ചൈന ഇൻഡോ പസഫിക്കിൽ വലിയ ശക്തിയാകാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിന് വലിയ സബ്മറൈനൊക്കെ കൊടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് ഇന്ത്യ എല്ലാവരെയും മറികടന്നുകൊണ്ട് പ്രോജക്റ്റ് 77 എന്നുള്ള രീതിയിൽ ആണവ അന്തർവാഹിനികൾ ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ചൈനയുടെ ആപ്പീസ് പൊട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ചബഹർ തുറമുഖം അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്ത് കറാച്ചി തുറമുഖം പാകിസ്ഥാൻ്റെ ഉണ്ട്. അവിടേക്ക് ഇന്ത്യയുടെ ഒരു അന്തർവാഹിനി പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നെ ഇന്ത്യയെ ആക്രമിക്കുന്നത് പോയിട്ട് ഇന്ത്യയെ ഒന്ന് വെല്ലുവിളിക്കുന്നത് പോലും സ്വപ്നം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.